السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമുക്കൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന, അഭിമാനം തോന്നുന്ന, മനുഷ്യർക്കിടയിൽ നമ്മുടെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന, അതേ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ വിനയാന്വിതരായി താഴ്മയോടുകൂടി റുക്കൂഉം സുജൂദും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാനം വരെ ഇന്ന് പൂർത്തീകരിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തീകരിക്കാം. രണ്ടാണെങ്കിലും മുഴുവനായും കേൾക്കണമെന്ന് ഇത് ശ്രവിക്കുന്ന ആളുകളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഏത് ഉമ്മത്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എത്രമാത്രം കാരുണ്യം കാണിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ ഇൻഷാ അല്ലാഹ് അത് സഹായിക്കുകയും ചെയ്യും. സൂറത്ത് ആലു ഇമ്രാനിലെ 110 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. കുൻതും, നിങ്ങൾ, നബിയും സഹാബികളും പിന്നെ ഈ ഉമ്മത്തിലെ വിശ്വാസികളും, ഖൈറ ഉമ്മത്തിൻ, എല്ലാ സമൂഹങ്ങളിലും വെച്ച് ഏറ്റവും നല്ല സമൂഹമാണ്. ആദം നബിയുടെ സമൂഹത്തേക്കാൾ, നൂഹ് നബിയുടെ സമൂഹത്തേക്കാൾ, ഇബ്രാഹിം നബിയുടെ സമൂഹത്തേക്കാൾ, മൂസാ നബിയുടെ സമൂഹത്തേക്കാൾ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരെക്കാളൊക്കെ ഉത്തമ സമൂഹം ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ്. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹം, ഏറ്റവും നല്ല സമുദായം. ശ്രദ്ധിക്കുക, സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ മനുഷ്യർക്ക് ആകമാനം സാക്ഷികളാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു, നീതിയുള്ള സമൂഹമാക്കിയിരിക്കുന്നു, ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു. എന്തിനാണ്? ലിതകൂനു ശുഹദാ അലന്നാസ്, സകല മനുഷ്യർക്ക് മേലും നിങ്ങൾ സാക്ഷികളാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾക്കുള്ള സാക്ഷി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സകല മനുഷ്യർക്കും, സകല സമൂഹങ്ങൾക്കും ഈ ഉമ്മത്ത് സാക്ഷ്യം പറയും. എന്താണ് ഈ ആയത്തിൻ്റെ വിവക്ഷ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, യജീഉ നൂഹുൻ വ ഉമ്മത്തുഹു. ഒന്നാമത്തെ റസൂലാണ് ആര്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിയെയും നൂഹ് നബിയുടെ സമുദായത്തെയും കൊണ്ടുവരും. ഫയഖൂലുല്ലാഹു തആല, അള്ളാഹു ചോദിക്കും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഹൽ ബല്ലഗ്ത്, താങ്കൾ ഈ റിസാലത്ത് എത്തിച്ചു കൊടുത്തിട്ടില്ലേ? തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഫയഖൂലു നഅം ഐ റബ്ബ്, അതേ റബ്ബെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫയഖൂലു ലി ഉമ്മത്തിഹി, ആ സമുദായത്തോട് അള്ളാഹു ചോദിക്കും, ഹൽ ബല്ലഗക്കും, നൂഹ് നബി നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നോ എന്ന് അവരോട് ചോദിക്കും. ഫയഖൂലൂന ലാ, ഇല്ല. 950 വർഷം രാവു പകൽ ഒരുപോലെ രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടമായും ദഅവത്ത് നടത്തിയ ആ മഹാനായ പ്രവാചകനെ പറ്റി ആ ഉമ്മത്ത് പറയാണ്, ഇദ്ദേഹം ഞങ്ങൾക്ക് പ്രബോധനം ചെയ്തിട്ടില്ല,
ഞങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു തന്നിട്ടില്ല. ലാ മാ ജാഅനാ മിൻ നബിയ്യിൻ, ഒരു നബിയും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പറയും. ഫയഖൂലു ലിനൂഹിൻ, അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആകെ ബേജാറാവാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ചോദിക്കും, അമ്പിയാക്കളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് അതിനെ നിഷേധിക്കുമ്പോൾ നൂഹ് നബി ആകെ ബേജാറാവുകയാണ്. കാരണം റിസാലത്ത് എത്തിച്ചിട്ടില്ലെങ്കിൽ നബിയോട് പോലും പറഞ്ഞെന്താണ്, വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത. അപ്പോൾ പേടിയുള്ള കാര്യമാണ്. അള്ളാഹു പറയും, ഫയഖൂലു ലിനൂഹിൻ മൻ യഷ്ഹദു ലക്, താങ്കൾക്ക് വേണ്ടി ആര് സാക്ഷ്യം പറയും? ഫയഖൂലു, അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അപ്പോൾ ഒന്നെങ്കിൽ അന്നേ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മെക്കുറിച്ച് നൂഹ് നബിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മഹ്ശറിൽ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പറയുന്നത് ആരാണ്? ഫയഖൂലു മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഉമ്മത്തുഹു, മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ സമുദായവും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയും. അതാണ് വയക്കൂന റസൂലു അലൈക്കും ഷഹീദ ലിതകൂനു ശുഹദാ അലന്നാസ് വയക്കൂന റസൂലു അലൈക്കും ഷഹീദ ഫനഷ്ഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നമ്മൾ സാക്ഷ്യം പറയുന്നതാണ്. അന്നഹു ഖദ് ബല്ലഗ, തീർച്ചയായും നൂഹ് നബി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഉമ്മത്ത് സാക്ഷ്യം പറയും. വഹുവ ഖൗലുഹു ജല്ല ദിക്റുഹു, അതാണ് അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന സൂറത്തുൽ ബഖറയിലെ 143 ആയത്ത് ഓതി കൊടുക്കുന്നതാണ്. അപ്പോൾ പരലോകത്ത് ഇതര പ്രവാചകന്മാർക്ക് അനുകൂലമായും ഇതര സമൂഹത്തിനെതിരായും സാക്ഷ്യം പറയുന്ന സാക്ഷികളാണ് ആര്? ഈ ഉമ്മത്ത്. അൽഹംദുലില്ലാഹ്. ഇനി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് ഈ ഉമ്മത്ത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബിയും സഹാബത്തും ഒരു ജനാസയുടെ അടുക്കലൂടെ നടന്നുപോയി. മർറൂ ബി ജനാസ ഫഅസ്നൗ അലൈഹാ ഖൈറൻ ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വജബത്. ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്, നിർബന്ധമായിരിക്കുന്നു. സുമ്മ മർറൂ ബി ഉഖ്റാ, പിന്നെ അതാ മറ്റൊരാളുടെ ജനാസ കൊണ്ടുപോവാണ്. ഫഅസ്നൗ അലൈഹാ ഷർറാ, സഹാബികൾ പറഞ്ഞു ഒരു മോശം ആളാണ് ആ മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വജബത്, നിർബന്ധമായിരിക്കുന്നു. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ വജബത് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എന്താണ് ഈ വജബത്ത് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ, നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഖൈറ് പറഞ്ഞില്ലേ, എങ്കിൽ ഫവജബത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമായി. സ്വർഗം നിർബന്ധമായി, കാരണം നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗം നിർബന്ധമായി. വഹാദ അസ്നൈതും അലൈഹി ഷർറ, എന്നാൽ ഇന്ന ആളെക്കുറിച്ച് നിങ്ങൾ മോശം ആളാണ് എന്നല്ലേ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. ഫവജബത് ലഹുന്നാർ, അയാൾക്ക് നരകവും നിർബന്ധമായി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ. റബ്ബ് നൽകിയ സ്ഥാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഈ ദിക്റിനെ അള്ളാഹുവാണ് അവതരിപ്പിച്ചത്, ഇതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിലെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് അതിലേക്ക് അയക്കപ്പെട്ട വേദഗ്രന്ഥം. ആ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ ഭൂമിയിൽ നിലകൊള്ളുകയും ചെയ്യും. ഒരു ഹർഫിനെ മാറ്റാൻ കഴിയില്ല. ഏറ്റവും ആധുനികമായ ടെക്നോളജിയിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകൾ കൂടിയിരുന്ന് 35ഉം 50ഉം 100ഉം ഡെലിഗേറ്റ്സുകൾ എഴുതുന്ന പുസ്തകങ്ങൾ തൊട്ടടുത്ത വർഷം എഡിറ്റിങ്ങാണ്. അക്ഷരങ്ങൾ മാത്രമല്ല, അധ്യായങ്ങളടക്കം ആശയങ്ങളടക്കം എഡിറ്റഡാണ്. 14ാം നൂറ്റാണ്ടായി. ഒരു ഹർഫിൽ ചേഞ്ച് കാണാൻ കഴിയില്ല, ഒറ്റ ഹർഫിൽ ചേഞ്ച് കാണാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ്, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖാണ്,
സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ആ തിരുപാദം അതിന് തുല്യമായതൊന്നും ഭൂമിക്ക് മേലെ കൂടി നടന്നു പോയിട്ടില്ല. അതുപോലെ ഒരു വ്യക്തിത്വത്തെ ഭൂമി സാക്ഷ്യം വഹിച്ചിട്ടില്ല. അതുപോലെ ഒരു റൂഹിനെ ആകാശലോകങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, എനിക്കിവിടെ വരെ പെർമിഷനുള്ളൂ, ഇനി നിങ്ങൾക്കാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, എൻ്റെ പെർമിഷൻ കഴിഞ്ഞു, ഇനി നബിയെ നിങ്ങൾക്കാണ്. അഷ്റഫുൽ ഖൽഖ്. സ്വർഗത്തിൽ ഒരേ ഒരു സ്ഥാനം, സ്വർഗം തന്നെ എന്താണ്, അതിലെ ഏറ്റവും ടോപ്പ് സ്ഥാനം ഒരേ ഒരാൾക്കാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ അനുയായികളാണ് നാം. ആ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് നാം. മറ്റൊരു സമൂഹത്തിനും തത്തുല്യമായത് നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം ഖുർആനും ഹദീസും അനുസരിച്ചുള്ളവരാണെങ്കിൽ നമ്മുടെ സാക്ഷ്യം റബ്ബിൻ്റെ സാക്ഷ്യത്തിന് തുല്യമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത്. അള്ളാഹുവിൻ്റെ സാക്ഷ്യം, മലക്കുകളുടെ സാക്ഷ്യം, അവിടെ ഉലുൽ ഇൽമിൻ്റെ സാക്ഷ്യവും ചേർത്ത് പറഞ്ഞു. റബ്ബിൻ്റെ കൂടെ, മലക്കുകളുടെ കൂടെ. എന്താ കാരണം? അറിവുള്ളവർ, വേദഗ്രന്ഥത്തിൽ ജ്ഞാനമുള്ളവർ, ഖുർആനിൻ്റെ അഹ്ലുകാർ, അതനുസരിച്ച് ജീവിക്കുന്നവർ, അതിലെ ഇൽമ് കരസ്ഥമാക്കിയവർ, അവരുടെ നിലപാടുകൾ ശരിയായ നിലപാടാണ്. അവരുടെ സാക്ഷ്യം ശരിയായ സാക്ഷ്യമാണ്. അവരൊരാളെക്കുറിച്ച് ഖൈറ എന്ന് പറഞ്ഞാൽ അത് ഖൈറിൻ്റെ അടയാളമാണ്. അവരൊരാളെക്കുറിച്ച് ഷർറ എന്ന് പറഞ്ഞാൽ അത് ഷർറിൻ്റെ അടയാളമാണ്. അൻതും ശുഹദാ ഉല്ലാഹി ഫിൽ അർദ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇനി നാം ഏറ്റവും അവസാനത്തെ ഉമ്മത്താണല്ലോ, സംശയമല്ല. എന്നാൽ പരലോകത്ത് എല്ലാറ്റിലും നമ്പർ 1 അൽഹംദുലില്ലാ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ബഹ്സ് ബിൻ ഹക്കീമിൻ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുക്മിലു യൗമൽ ഖിയാമത്തി 70 ഉമ്മ. ഖിയാമത്ത് നാളിൽ നാം 70 സമൂഹങ്ങളെ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞാൽ 70 ഉമ്മത്താണ്. എത്ര ഉമ്മത്തുണ്ട് എന്ന ചോദ്യത്തിൻ്റെ മറുപടി 70 ഉമ്മത്തുകളാണ്. 70ാമത്തെ ഉമ്മത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. അവിടെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട്, മനസ്സിലാക്കുക. നഹ്നു ആഖിറുഹ, ഈ 70ൽ 70ാമത്തതാണ് നാം. പക്ഷേ വഖൈറുഹ, ഈ 70 ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നമ്മുടെ ഉമ്മത്താണ്. ഈ 70 ഉമ്മത്തിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ ഈ സമൂഹമാണ്. അറിയുക. മാത്രമല്ല, നമ്മുടെ കാര്യത്തിൽ ദേഷ്യം പിടിച്ചു ആർക്ക്? യഹൂദർക്കും ക്രൈസ്തവർക്കും. എന്താ കാര്യം? ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുക്കും വമസലു അഹ്ലിൽ കിതാബൈൻ കമസലി റജുലിൻ ഇസ്തഅജറ അജറാഹ് فقال من يعمل لي من غدوة إلى نصف النهار على قيراط فعملت اليهود ثم قال من يعمل لي من نصف النهار إلى صلاة العصر على قيراط فعملت النصارى ثم قال من يعمل لي من العصر إلى أن تغيب الشمس على قيراطين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെയും യഹൂദ ക്രൈസ്തവരുടെയും ഉപമ, ഒരു മുതലാളി കുറച്ച് പണിക്കാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉച്ചവരെ പണിയെടുക്കണം. എന്താ പ്രതിഫലം? ഖിറാത്ത്. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട്, ദിർഹം ദീനാർ. ഒരു നിശ്ചിത അളവിനാണ് അത് പറയുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത അളവ് ദിർഹം ദീനാർ. കഴിഞ്ഞു. പിന്നെ മറ്റൊരു ടീമിനോട് പറഞ്ഞു, ഉച്ച മുതൽ അസർ വരെ പണിയെടുക്കണം. എത്രയാണ്? ഖിറാത്ത്. അത് കഴിഞ്ഞു. മൂന്നാമത്തെ ടീം അസർ മുതൽ മഗ്രിബ് വരെ, കുറച്ച് സമയമുള്ളൂ, പക്ഷേ 2 ഖിറാത്ത്. 2 ഖിറാത്ത്. രാവിലെ മുതൽ ഉച്ച വരെ ഒരുപാട് സമയമുണ്ട്. ഉച്ച മുതൽ അസർ വരെ കുറേ സമയമുണ്ട്. അസർ ടു മഗ്രിബ് കുറഞ്ഞ സമയമാണുള്ളത്. പക്ഷേ കുറഞ്ഞ സമയമുള്ള ആളുകൾക്ക് 2 ഖിറാത്ത്. ഫഅൻതും ഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അത് നിങ്ങളാണ്. ആദ്യം പറഞ്ഞത് യഹൂദർ, രണ്ടാമത് പറഞ്ഞത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ്. ഫഗദിബത്തിൽ യഹൂദു വന്നസാറ. യഹൂദർക്കും നസ്രാനികൾക്കും ദേഷ്യം പിടിച്ചു.
ഫഖാലു, അവർ പറഞ്ഞു, മാലന അക്സറ അമലൻ വ അഖല്ല അതാഅ, കൂടുതൽ പണി ഞങ്ങൾക്ക്, പക്ഷേ കുറച്ച് ഞങ്ങൾക്കാണ് പ്രതിഫലം. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, ഖാല ഹൽ നഖസ്തുക്കും മിൻ ഹഖിക്കും, പറഞ്ഞുറപ്പിച്ച എമൗണ്ടിൽ വല്ലതും കുറച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, പറഞ്ഞുറപ്പിച്ചതാണല്ലോ, അതെ, അതിൽ കുറച്ചിട്ടില്ലല്ലോ, ഇല്ല. എങ്കിൽ പിന്നെ ഇവർക്ക് 2 കൊടുത്തത്, ഖാല ഫദാലിക ഫദ്ലി, അതെൻ്റെ ഫദ്ലാണ്, ഉതീഹി മൻ അശാ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കത് കൊടുക്കും. നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല. ഏതെങ്കിലും ഒരു പണിക്കാരന് മുതലാളി പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് മറ്റൊരാളുടെ ഹക്കിൽ കുറയ്ക്കലല്ല. അത് പറഞ്ഞുറപ്പിച്ചത് കൊടുത്താൽ പിന്നെ അതിൽ അനീതിയില്ല. കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫദ്ലും ഇഷ്ടവുമാണ്, ഇഷ്ടം കൊണ്ട് കൊടുക്കുന്നതാണ്. ഈ ഉമ്മത്തിനെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വ അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിങ്ങൾക്ക് സുഹൃതം ചെയ്തില്ലേ, നന്മ ചെയ്തില്ലേ, അതേപോലെ തിരിച്ചു ചെയ്യ്. ആ റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ടോ നമ്മൾ? അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടോ? അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്ത വലിയ ഫദ്ല് നൽകിയ ഒരു വമ്പിച്ച സമൂഹമാണ് നാം എന്ന ഓർമ്മ നമുക്കുണ്ടോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മുഖന്നഉൻ ബിൽ ഹദീദ്, പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഒരാൾ യുദ്ധസമയത്ത് നബീൻ്റെ അടുത്തേക്ക് വരികയാണ്. പടച്ചട്ടൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഫഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഉഖാതിലു വ ഉസ്ലിം, ഞാൻ ആദ്യം യുദ്ധത്തിൽ പങ്കെടുത്ത് പിന്നെ വന്നിട്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചാൽ മതിയോ, അതല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലിം സുമ്മ ഖാതിൽ, ആദ്യം ഷഹാദത്ത് കലിമ ചൊല്ല്, മുസ്ലിമാവ്, എന്നിട്ട് യുദ്ധം ചെയ്യ്. പക്ഷേ മനസ്സുകൊണ്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നു എന്നർത്ഥം. എന്നാൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല, അതിന് സമയമല്ല, ഞാൻ യുദ്ധത്തിലേക്ക് പുറപ്പെടട്ടെ, അതല്ല ഇസ്ലാം സ്വീകരിക്കുകയാണോ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ല്, എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഫഅസ്ലമ സുമ്മ ഖാതല ഫഖുതിൽ, മുസ്ലിമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, ഷഹീദായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമില ഖലീലൻ വ ഉജ്റ കസീറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുറച്ചേ പ്രവർത്തിച്ചിട്ടുള്ളൂ, പക്ഷേ സ്വർഗത്തിലെ ഉയർന്ന ദറജ എന്ന് പറഞ്ഞാൽ ഒരു റമളാനിലെ നോമ്പ് നോറ്റിട്ടില്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചു, നേരെ ഷഹീദാവാണ്. കുറച്ച് പ്രവർത്തിച്ചു, വലിയ പ്രതിഫലം നേടിയെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ്, ശരിക്കും ശ്രദ്ധിക്കുക, ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽക്കുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ ഇബാദത്തുകൾക്ക് 83 വർഷത്തെ ഇബാദത്തിന് തുല്യമായ പ്രതിഫലം ഇത് പൂർവ്വകാല സമൂഹങ്ങൾക്കൊന്നുമില്ല. മറിച്ച് സ്ഥിരപ്പെട്ടത് അത് ഈ ഉമ്മത്തിന് മാത്രമാണ്. എന്തുകൊണ്ടാണ്? കാരണം പൂർവികരായ ആളുകൾക്ക് 1000 വർഷം 1500 വർഷമൊക്കെയാണ് ഒരാളുടെ ആയുസ്. ഒരാൾ 1500 കൊല്ലമൊക്കെയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 1000-ലധികം വയസ്സുണ്ടായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ പ്രവാചകനായി 950 കൊല്ലം ഉണ്ടായിരുന്നു എന്നാണ്. പിന്നീട് അള്ളാഹു രക്ഷപ്പെടുത്തിയ നാട്ടിലും കുറേ വർഷം ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അമല്, ഇത്രയും കാലം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ ഉമ്മത്തിനോ 60 to 70 ശരാശരി, അതാണ് ഈ ഉമ്മത്തിൻ്റെ ആയുസ്. അപ്പോൾ പിന്നെ ഈ ഫളായിലുകൾ എങ്ങനെ നേടിയെടുക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭയപ്പെടണ്ട, ഒറ്റ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ മതി. 83 കൊല്ലം, 10 റമളാൻ കിട്ടിയാൽ എത്ര ഉണ്ടാവും? 10 ലൈലത്തുൽ ഖദർ 10 റമളാനിലെ. അൽഹംദുലില്ലാ, അങ്ങനെ എത്ര എണ്ണം അതിൽ ലഭിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ. ആശൂറ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങൾ മായ്ക്കുന്നതാണ്. അറഫ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ മായ്ക്കും. ഇങ്ങനെ ധാരാളം എണ്ണി ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഈ ഉമ്മത്തിനുള്ളതാണ്. ഖസായിസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന വലിയ ഫضലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി പരലോകത്ത് മറ്റുള്ള ആളുകളെ പോലെ ആയിരിക്കില്ല നമ്മൾ. എന്താ തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തരിദു അലയ്യ ഉമ്മത്തിൽ ഹൗദ വ അന അദൂദു الناس عنه كما يذود الرجل ابل الرجل عن ابله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഞാൻ ആദ്യം പോയി ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹിയായ ഹദീസിലുണ്ട്, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗലിൽ ആദ്യം വന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് ഞാനുണ്ടാകും. ഓരോ പ്രവാചകനും ഹൗലുണ്ട് കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്നതാണെന്ത്? ഹൗലുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ഒട്ടകത്തിൻ്റെ മുതലാളി അല്ലെങ്കിൽ ഒട്ടകത്തെ മേയ്ക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് വേണ്ടി മാത്രം കരുതി വെച്ച വെള്ളത്തിൽ നിന്ന് മറ്റൊരാളുടെ ഒട്ടകം വന്ന് കുടിക്കുമ്പോൾ ആട്ടുന്നത് പോലെ നിങ്ങളിൽ പെടാത്തവരൊക്കെ ഞാൻ അവിടുന്ന് ഇങ്ങനെ പോയിക്കോളി ഇത് നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട്, ഒന്നുകിൽ തടയപ്പെട്ടവർ അല്ലെങ്കിൽ വേറെ നബിമാരുടെ ഉമ്മത്തായിരിക്കും. ഇത് എൻ്റെ ഉമ്മത്തിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒട്ടകത്തെ തൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥൻ അകറ്റുന്നത് പോലെ ഞാൻ മറ്റുള്ളവരൊക്കെ അവിടുന്ന് തട്ടിമാറ്റും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സമർത്ഥരും അതതിൻ്റെ സന്ദർഭങ്ങളിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരുമാണ് സഹാബികൾ. സ്വഹാബത്ത് പറഞ്ഞു, യാ നബി അല്ലാഹ് അതാരിഫുന, അള്ളാഹുവിൻ്റെ നബിയെ ഞങ്ങളെങ്ങനെയാണ് തിരിച്ചറിയുക? കാരണം മറ്റുള്ളവർ വരുമ്പോൾ നിങ്ങളല്ല എന്ന് പറയണമെങ്കിൽ ഈ ഉമ്മത്തിലോ എല്ലായിടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ടോ? എല്ലാവരും അറിയോ? പിന്നത് ഞങ്ങളല്ല വേറെ ടീമാണെന്ന് നിങ്ങളെങ്ങനെയാണ് നബിയെ തിരിച്ചറിയുന്നത്? ഞങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മറ്റൊരു റിവായത്തിലുള്ളത്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തിലുള്ളത്, വകൈഫ തഅരിഫുഹും യാ റസൂലല്ലാഹ് ഫീ കസ്റത്തിൽ ഖലായിഖ്, ഇത്രയും സൃഷ്ടികളുണ്ടായിരിക്കെ ഞങ്ങളെ മാത്രം എങ്ങനെ തിരിച്ചറിയും എന്ന് അവർ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നഅം ലക്കും സീമ, അതെ ഞാൻ തിരിച്ചറിയും. കാരണം നിങ്ങൾക്കൊരടയാളമുണ്ട്, ലൈസത് ലി അഹദിൻ ഗൈരിക്കും, നിങ്ങളല്ലാത്ത ഒരാൾക്കും ഖിയാമത്ത് നാളിൽ അടയാളം ഉണ്ടാവില്ല. ഈ ഉമ്മത്തിന് മാത്രമുള്ള അടയാളമാണ്. തെരിദൂന അലയ്യ ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ, വുളുവിൻ്റെ അസറ് കൊണ്ട് നിങ്ങളുടെ വുളു എടുക്കുന്ന അവയവങ്ങളിലൊക്കെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, പ്രകാശം കത്തിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉപമ പറഞ്ഞത്, ചുവന്ന അതല്ലെങ്കിൽ കറുത്ത കുതിരകൾ മാത്രമുള്ളിടത്ത് കൈകളിലും നെറ്റിയിലുമൊക്കെ പ്രത്യേക വെളുപ്പുള്ള കുതിരകളെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ? എല്ലാ കുതിരകളും കറുത്തതാണ്, പക്ഷെ നിങ്ങളുടെ കുതിര മാത്രം കാലിലും അതേപോലെ തന്നെ നെറ്റിയിലുമൊക്കെ വെളുത്ത രോമങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുതിരയെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? അതെ, അതുപോലെ നിങ്ങളെ ഞാൻ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പറയുന്നത്, ഫഇന്ന ഉമ്മത്തി യൗമഇദിൻ ഗുർറുൻ മിനസ് സുജൂദ്, സുജൂദ് കാരണത്തിന്, എന്നാൽ നിസ്കാരത്തിൻ്റെ ആളുകളാണ്. കാരണം വുളു എടുക്കാരാണ്, നിസ്കരിക്കുന്ന പോലെയാണ്. ഈ നമസ്കാരക്കാരായ ആളുകൾ, വുളു എടുക്കുന്ന ആളുകൾ, ഗുർറൻ മുഹജ്ജലി എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ പ്രത്യേക പ്രകാശം. അത് ഈ ഉമ്മത്തിന് മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഖിയാമത്ത് നാളിൽ ആദം നബി മുതൽക്കുള്ള സകല സൃഷ്ടികളും ഒരുമിച്ച് കൂടുന്നിടത്ത് ഈ വെളിച്ചവും കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫഖ്റല്ലേ? അത് എന്തൊരു ഫളലാണത്! മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. ആ ഒരു കാഴ്ച വല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നബി ഒറ്റക്ക് അങ്ങനെ നടന്നു പോകുന്നു. നബിയാണ്, കൂടെ ആരുമില്ല, കാരണം ആരും വിശ്വസിച്ചില്ല. വേറെ ഒരു നബി കുറഞ്ഞ ആളുകളെയും കൊണ്ടങ്ങനെ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അതാ ചക്രവാളം മുഴുക്കെ ആളുകളെയും കൊണ്ടൊരു നബി. ഈ ആളുകളെ കണ്ടപ്പോൾ അതെൻ്റെ ഉമ്മത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല, ഇത് മൂസാ നബിയുടെ അനുയായികളാണ്, മൂസാ നബിയുടെ ആളുകളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരാശ തോന്നും എന്ന് തോന്നുമ്പോഴേക്ക് പറയപ്പെട്ടു, ചക്രവാളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞാൽ ആഫാക്ക്, അങ്ങ് ദൂരെ ആഫാക്ക് നിറയെ വലിയൊരു എമൗണ്ട് ആളുകൾ. പറഞ്ഞു വീണ്ടും ലെഫ്റ്റിലേക്ക് നോക്കാൻ പറഞ്ഞു, അവിടെയും അതേപോലെ
വീണ്ടും മുന്നിലേക്ക് നോക്കാൻ പറഞ്ഞു. പിന്നെയും അതൊരു ഗംഭീര സമൂഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പോയി, ഇതാരാണ്? മലക്കുകൾ പറയും, ഉമ്മത്തുക്ക്, താങ്കളുടെ ഉമ്മത്താണ്. താങ്കളിൽ വേറൊരു നബിക്ക് ഇത്രയധികം അനുയായികളെ കിട്ടിയിട്ടില്ല, ഇത്രയധികം അനുയായികളെ കിട്ടിയിട്ടില്ല. ഉൻളുർ ഇലൽ ഉഫുഖ് ഫഇദാ സവാദുൻ യംലഉൽ ഉഫുഖ സുമ്മ ഖീല ലീ ഉൻളുർ ഹാഹുനാ വഹാഹുനാ. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ റസൂലുള്ള നോക്കുന്നിടത്തിലൊക്കെ നബിയുടെ ആളുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ. വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലാ 70,000 ബിഗൈരി ഹിസാബ്. ഇതിൽ 70,000 ആളുകൾക്ക് വിചാരണ പോലുമില്ല, നേരെ സ്വർഗത്തിലേക്ക്. അള്ളാഹു വിചാരണക്ക് വിളിക്കുക പോലുമില്ല. 70,000 ആളുകൾ. മറ്റൊരു റിവായത്തിലുള്ളത് ലയദ്ഖുലന്ന മിൻ ഉമ്മത്തി 70,000 ഔ 700,000. ഓരോ 1000ൻ്റെ കൂടെയും വേറൊരു1000 കൂടി ഉണ്ടാവുന്ന 700,000 നാം ഔ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നു. മാത്രമല്ല സ്വർഗത്ത് പോകുന്ന രംഗം ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും വുജൂഹുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. ഈ 70,000 ആളുകളും കൈപിടിച്ച് ഒറ്റ കയറലാണെന്ന്. കാരണം 70,000 ആളുകൾ. അപ്പോൾ ആദ്യം കുറച്ചാൾ മുന്നിൽ കയറി, പിന്നെ 1,000 ആൾ ബാക്കിൽ, അങ്ങനെയല്ല എന്നാണ്. അതാണ് ആ പ്രയോഗം. അഥവാ ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും. ഈ 70,000 ആളുകളും ഒരുമിച്ചാണ് എൻട്രൻസ്, ഒരുമിച്ച് സ്വർഗത്തിലേക്ക്. അല്ലെങ്കിൽ 700,000 ആളുകൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കയറും. മാത്രമല്ല അവരുടെ മുഖം പറയുന്നത് 14-ാം രാവിലെ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ അവരുടെ മുഖം പ്രകാശം കൊണ്ട് തിളങ്ങുമെന്നാണ്. ഈ കാര്യം സ്വഹീഹായ ധാരാളം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരണയില്ലാതെ 70,000 അല്ലെങ്കിൽ 700,000 ആളുകൾ ഒറ്റ പ്രവേശിക്കൽ, അൽഹംദുലില്ലാ, അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. കാരണം യദ്ഖുലു മിൻ ഹൗലാ എന്ന് പറഞ്ഞ് നബിയെ താങ്കളുടെ ഈ ഉമ്മത്തിൽ നിന്ന് ഇത് വേറൊരു ഉമ്മത്തിനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇത് പറഞ്ഞപ്പോഴാണ് ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലേ ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, താങ്കൾ അവരിലാണ്. ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടാകുമെന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവർ വിചാരണയില്ലാത്തവരാണ്. ഇനി വിചാരണ തുടങ്ങും എപ്പോൾ? 50,000 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. 50,000 വർഷം മഹ്ശറിൽ ഒറ്റ നൃത്തം നിൽക്കണം. പക്ഷേ വിശ്വാസികൾക്ക് കസേര ഉണ്ടാവും, അർശിൻ്റെ തണലും ഉണ്ടാവും. അര ദിവസം പോലും ഫീൽ ചെയ്യൂല. അൽഹംദുലില്ലാ, ഉച്ചൻ്റെ മുമ്പ് വിചാരണ കഴിഞ്ഞ് സ്വർഗത്ത് പോയതുപോലെ തോന്നുള്ളൂ. എന്നാൽ സത്യനിഷേധികൾക്കോ 50,000 വർഷം വെയിറ്റ് ചെയ്ത ഫീലിംഗ് ഉണ്ടാവും. 1 മണിക്കൂർ വെയിലത്ത് നിൽക്കാൻ പറ്റുമോ നമുക്ക്? 50,000 കൊല്ലം സൂര്യൻ ഒരു ചാണ് മേലെ ആകുമ്പോൾ എന്താണ് അവസ്ഥ? അപ്പോൾ വിചാരണക്കെടുക്കണമല്ലോ, ഒരുപാട് ഉമ്മത്തുണ്ട്. ആരെയാണ് ആദ്യം വിചാരണക്കെടുക്കുന്നത്? ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ നഹ്നു ആഖിറുൽ ഉമം വ അവ്വലു മൻ യുഹാസബ്. നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്, പക്ഷേ ആദ്യം വിചാരണക്ക് നമ്മെയാണ് വിളിക്കുക. അത് വലിയൊരു ഫضലാണത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം വന്ന ആൾ ആദ്യം വിളിച്ചാൽ എന്താണ് അവസ്ഥ? എന്തോ ഒരു ഫضല് വിചാരണ ചെയ്യുന്ന ആളെടുത്ത് അവർക്കുണ്ട്. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബാകട്ടെ അവൻ്റെ ഫضൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. അതിന് കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടുന്നത് നമ്മെയാണ്. അന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശ്രദ്ധിക്കുക. ഈ വേർഡ് പരലോകത്ത് ഉണ്ടാകുന്ന ഒരു അനൗൺസ്മെൻ്റാണ്. ഈ അനൗൺസ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് നമുക്കൊരുപാട് ആശ്വാസം നൽകുന്നതായിരിക്കണം. അങ്ങനെ ആയേ മതിയാകൂ. എന്താ ചോദ്യം എന്നറിയോ? ഐനൽ ഉമ്മത്തുൽ ഉമ്മിയ്യ വനബിയുഹാ. അനൗൺസ്മെൻ്റാണ്, വലിയ സമ്മേളനം, അനൗൺസ്മെൻറ്റ്. എന്താ അനൗൺസ്മെൻറ്റ്? നിരക്ഷരരായ ആ സമൂഹവും അവരുടെ പ്രവാചകനും എവിടെ?
ഉമ്മിയ്യ, വേദങ്ങളെക്കുറിച്ച് നേരത്തെ അറിവില്ലാതിരുന്നവർക്ക് ഉമ്മിയ എന്ന് പറയും. അതേസമയത്ത് ഭൗതികമായ വലിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഉമ്മിയ്യകളാണ്. പലരുടെയും വിചാരം ഭൗതികമായ നേട്ടമാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് തൗഹീദ് അറിയില്ല, ദീനറിയില്ല, ഇസ്ലാം അറിയില്ല, സുന്നത്തറിയില്ല, ഡോക്ടറാണ്, എൻജിനീയറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ വലിയ ഫഖറാണ്. പക്ഷേ ദീനറിയോ? ഇല്ല. നമസ്കാരത്തിലെ ദിക്റുകൾ അറിയാമോ? ഇല്ല. അതിൻ്റെ അർത്ഥം അറിയാമോ? ഇല്ല. എങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠൻ പാടത്ത് പണിയെടുക്കുന്ന തൗഹീദ് അറിയുന്ന ഒരു കർഷകനാണ്. കാരണം നമ്മുടെ പ്രത്യേകത എഴുത്തോ വായനയോ ടെക്നോളജിയോ ഒന്നുമല്ല, സ്രഷ്ടാവിനെ തിരിച്ചറിയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മഹത്വത്തിലേക്കെത്താൻ അത് പറയാത്തത് മനസ്സിലാക്കാത്ത ആളുകൾ എത്ര വലിയ ഔന്നിത്യത്തിൻ്റെ ആളുകളാണെങ്കിലും സാധ്യമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസപ്പിറവിയെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ്യ ലാ നക്തുബു വലാ നഹ്സുബ്. നമ്മൾ ഉമ്മിയ്യകളായൊരു സമൂഹമാണ്. നമ്മൾ ആ നിലക്ക് ചന്ദ്രക്കണക്കൊന്നും നോക്കുന്നവരല്ല. അതുകൊണ്ട് മാസം കണ്ടാൽ നോമ്പ് ആരംഭിക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക. അത് പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിനൊരു കുറവുണ്ടായിട്ടില്ല. മഹ്ശറിലും വിളിക്കുന്നത് അതാണ്. എവിടെ ഉമ്മിയ്യകളായ ഉമ്മത്ത്? എവിടെ അവരുടെ നബിയും എവിടെ എന്ന് അന്ന് ചോദിക്കപ്പെടുന്നതാണ്. ഫനഹ്നുല്ലാഹിറൂനൽ അവ്വലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുകയാണ്, നമ്മൾ അവസാന ഉമ്മത്താണ്, പക്ഷേ പരലോകത്ത് നമ്പർ 1 ഒന്നാമതാണ്, വിചാരണക്ക് വിളിക്കുന്ന ഒന്നാമതാണ്. ഇനി സിറാത്ത്, നരകത്തിൻ്റെ മേലെ കൂടി വെക്കപ്പെടുന്ന സിറാത്ത്, ഈ സിറാത്തിനെ മറികടക്കണമല്ലോ. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വയുദ്റബു സിറാത്ത്, സിറാത്ത് സ്ഥാപിക്കപ്പെടും, ബൈന ലഹ്റൈ ജഹന്നം, നരകത്തിൻ്റെ മേലെ കൂടെ. ഇത് കടക്കണം. അതിൻ്റെ അപ്പുറത്താണ് കന്തറ, അതിൻ്റെ അപ്പുറത്താണ് സ്വർഗം. ഫഅകൂനു അന വ ഉമ്മതി അവ്വല മൻ യുജീസ്, ഞാനും എൻ്റെ ഉമ്മത്തുമാണ് ആദ്യം സിറാത്തിലൂടെ കടക്കുന്നത്. ആദ്യം വിളിക്കപ്പെടുന്നത് ഈ ഉമ്മത്തിനെയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം സ്വർഗത്ത് പോകാൻ കഴിയും. ആദ്യം പോയി കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്ത് പോകാൻ കഴിയും. ഞാനും എൻ്റെ ഉമ്മത്തുമാണ് ആദ്യം സിറാത്ത് കടക്കുന്നത്. വലാ യതകല്ലമു യൗമഇദിൻ ഇല്ല റുസുൽ, അന്നേ ദിവസം നബിമാരല്ലാത്ത ആരും സംസാരിക്കൂല. ഈ സിറാത്ത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നരകത്തിൻ്റെ മേലെ കൂടി സംസാരിക്കാൻ കഴിയില്ല, മിണ്ടാൻ കഴിയില്ല. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നരകത്തിൻ്റെ മേലുള്ള സിറാത്തിൻ്റെ പ്രത്യേകത എന്താ? വലിയൊരു പാലമൊന്നുമല്ല ഇന്ന് കാണുന്ന രൂപത്തിൽ, മുടിയുടെ അത്രയും അതിനേക്കാൾ നിസ്സാരമാണെന്നാണ്. വാളിൻ്റെ അതിനേക്കാൾ മൂർച്ചയുണ്ടാവുന്നതാണ് സിറാത്ത്. അതിൽ നിന്ന് തെറ്റിയ എങ്ങോട്ടാണ് വീഴുന്നത്? കത്തിയാളുന്ന നരകാഗ്നിയിലേക്കാണ് വീണു പോവുക. ഒരു വെള്ളം അടിയിലുണ്ട്, മേലെ ഒരു വലിയ പാലാണെങ്കിൽ പോലും കടക്കുന്ന ആൾ പേടിച്ച് ചിലപ്പോൾ പേടിച്ച് തന്നെ വീണു. കുറച്ച് ആഴമുണ്ടെങ്കിൽ. ജഹന്നം എന്ന് പറഞ്ഞാൽ അത്രയും ആഴമേറിയതാണ്. ഒരു സൗണ്ട് കേട്ടു ഒരിക്കലും, ഒരു ഭയങ്കര സൗണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഇതെന്താണെന്നറിയാമോ? ഇല്ല നബിയെ, 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ല് നരകത്തിലേക്ക് വീണതാണ്, ഇപ്പോഴാണ് അവിടെ എത്തിയത് എന്ന്. താഴെ എത്തിയത് 70 കൊല്ലമായി. അത്രയും ആഴമുള്ളതാണ് നരകലോകം. ആ നരകത്തിൻ്റെ മേലെ കൂടെ സിറാത്തിലൂടെ കടക്കുമ്പോൾ ബേജാറായിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്പിയാക്കളല്ലാതെ അന്നൊരാളും മിണ്ടൂലെന്നോ, ശബ്ദം ഉണ്ടാക്കില്ല ഒരു മനുഷ്യൻ. മനസ്സിലേക്കതൊന്ന് നോക്കൂ. എന്ന് മാത്രമല്ല, എന്താണ് ഈ അമ്പിയാക്കൾ സംസാരിക്കുന്നത്? ഭയങ്കര വർത്താന അല്ല. വദഅവർ റസൂലു യൗമഇദിൻ, അന്ന് റസൂലുകളുടെ സംസാരം അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുവേ രക്ഷിക്കണേ. ആര്? റസൂലുകൾ. സിറാത്ത് കടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിസ്സാരമല്ല എന്നർത്ഥം. ഈ ഉമ്മത്തിലകപ്പെട്ടാലും രക്ഷപ്പെടാൻ അമലുകളും ഇൽമും വേണം. ഉലുൽ ഇൽമിനെയാണ് അള്ളാഹു പരിഗണിക്കുക, ഉലുൽ അമലിലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. അങ്ങനെ ഒരൊറ്റ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ വിചാരണ കഴിഞ്ഞാൽ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹത്തിൻ്റെ സുനനിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദിഹിൽ ഉമ്മ മർഹൂമ, എൻ്റെ ഈ ഉമ്മത്ത് കാരുണ്യം നൽകപ്പെടുന്ന, റഹ്മത്ത് ലഭിച്ച സമൂഹമാണ്. അദാബുഹാ ബി ഐദീഹ, അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ കൈകളിലാണ്. ഫഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുഫിഅ ഇലാ കുല്ലി റജുലിൻ മിനൽ മുസ്ലിമീന റജുലുൻ മിനൽ മുശ്രിക്കീൻ,
ഓരോ മുസ്ലിമിൻ്റെ അടുക്കലേക്കും ബഹുദൈവാരാധകരിൽപ്പെട്ട ഒരാളെ അങ്ങോട്ട് ഉന്തിയാക്കും. എന്നിട്ട് പറയും ഫയുഖാലു ഹാദാ ഫിദാഉക മിനന്നാർ, നിനക്ക് പകരം നരകത്ത് കിടക്കേണ്ട ആളാണ്, ആ വ്യക്തിക്ക് പകരം നീ സ്വർഗത്തിലാണ്. നമുക്കറിയാം സ്വർഗത്തിലും നരകത്തിലും സെയിം സീറ്റാണ്. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു എത്ര മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത്രയും സീറ്റ് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അള്ളാഹു എത്ര മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത്ര തന്നെ സീറ്റ് നരകത്തിലുണ്ട്. അപ്പോൾ സീറ്റ് ഒഴിഞ്ഞു കിടക്കൂലേ? കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് സ്വർഗത്തിലെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കും, നരകത്തിലുള്ളത് നരകത്തിലുള്ളവർക്കും വീതിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യന്മാർ നരകത്തിലുണ്ടോ അത്രയും സീറ്റ് സ്വർഗത്തിൽ ഒഴിവുണ്ടാകും. അത് മുസ്ലിമീങ്ങൾക്ക് എടുക്കാം. നേരെ തിരിച്ചു മഅദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ബഹുദൈവാരാധകനെ നൽകിയിട്ട് പറയും, ഇത് താങ്കൾക്കുള്ള ഫിദ ആണ്, താങ്കൾ സ്വർഗത്തിലും ആ വ്യക്തി നരകത്തിലും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിൻ്റെ ഖസായിസുകൾ ഇനിയുമുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ. വലിയ ഫളലാണ് ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. റമളാനും നോമ്പും ഖുർആനും ഒക്കെ ആലോചിച്ചാൽ അത് വിശദീകരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. നമ്മൾ അനുഭവിക്കുന്നത് ഉലമാക്കൾ പറഞ്ഞതുപോലെ ഭൂമിയിലെ സ്വർഗത്തിലാണ് സത്യത്തിൽ നമ്മളുള്ളത്. ഇതിൻ്റെ വലിപ്പം അറിയുമായിരുന്നെങ്കിൽ നമ്മോട് സമൂഹങ്ങൾ യുദ്ധത്തിന് വരുമായിരുന്നു. പലർക്കും അറിയാം അത്. അത്രയും വലിയൊരു സ്വർഗത്തിലാണ് നമ്മളുള്ളത്. അഥവാ പരലോകത്തെ സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അനുഭൂതിയുടെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സ്വർഗത്തിലാണ് നമ്മളുള്ളത്. ഖുർആനും റമളാനും നമസ്കാരവും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതെല്ലാം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമളാനിനെ ഉപയോഗപ്പെടുത്താൻ, ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.